ഗുഡ്. നിന്റെ ചങ്കൂറ്റ ഞാൻ സമ്മതിച്ചു. ഞാൻ പറഞ്ഞ വാക്ക് ആന്റിക്ക് ഓർമ്മയുണ്ടല്ലോ. ആന്റിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഈ വീട്ടിനകത്ത് ഉണ്ടാവുകയില്ല. ഫോട്ടോ എനിക്ക് കുത്തി കീറാൻ എളുപ്പമായിരുന്നു. അതുപോലെ വലിച്ചു കീറണം ചിലരുടെയൊക്കെ മനസ്സ്. ഞാനത് ചെയ്യൂ ആന്റി. നീ പുലിക്കുട്ടി അടിമോളെ. ഇപ്പൊ എനിക്ക് 10 ഇരട്ടി കരുത്ത് കൂടിയതുപോലെ തോന്നുക. എനിവേയ്സ്, ആ നന്ദിനിയുടെ കാര്യത്തിൽ ഇനി ഞാനോ ഇവരോ ഇടപെടില്ല. നിനക്ക് പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട്. ചെയ്യാനുള്ളതൊക്കെ നീ ചെയ്താൽ മതി. ഓക്കെ ആന്റി, ഞാനതിന് ശ്രമിക്കുമ്പോ ഇവിടെ എന്തായാലും നല്ല പൊട്ടിത്തെറികളുണ്ടാവും. പക്ഷേ അതൊന്നും നിങ്ങൾ കാര്യമാക്കുക വേണ്ട. യു ജസ്റ്റ് കീപ് ക്വയറ്റ്. ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിരിക്കും. ഓക്കെ ആന്റി. മമ്മി, ഇവളിവിടെ എന്തൊക്കെയോ ചെയ്യുമെന്നാ എനിക്ക് തോന്നുന്നത്. ഇതിന്റെ പേരിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറാനൊന്നും അങ്കിളും ആന്റിയും തയ്യാറാവില്ല. കാര്യം ഹരിത പറയുമല്ലോ അവരോട്. വെറുതെ അങ്ങോട്ട് സ്നേഹിക്കാനല്ല, ബഹുമാനിക്കാനും ആരാധിക്കാനും ഒക്കെ തോന്നിപ്പോവും അവളെ. വേറെ ലെവല്. മമ്മിക്ക് അവളെ കുറിച്ച് കൊട്ടിഘോഷിക്കാൻ ഒരു കാര്യം കൂടിയായി. വരട്ടെ, കൂടുതൽ അവസരം കൊടുക്കണ്ട. അവൾ ഉയരുന്ന ഓരോ നിമിഷത്തിലും താഴെ പോകുന്നത് നമ്മളാ. എന്റെ ചേച്ചി, ആദ്യം നന്ദിനിയെ ഹരിതയൊന്ന് ഒതുക്കട്ടെ. അത് കഴിഞ്ഞിട്ടാവാം നമ്മൾ തമ്മിലുള്ള കണക്കൊക്കെ. സൂര്യ, നീ അതങ്ങ് വിട്ടുകളാ. എങ്ങനെയാ അച്ഛാ? അച്ഛനത് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? ആര് ചെയ്തതായാലും അത് ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ അച്ഛന്? ഞാൻ ഒരിക്കലും അത് ചെയ്ത ആളെ ന്യായീകരിക്കുന്നൊന്നുമില്ല. പക്ഷെ തൽക്കാലം ഇവ കുടുംബത്തിലെ ഒരു വലിയ പ്രശ്നം ഒഴിവാക്കണമല്ലോ. യെസ്, കുടുംബത്തിലെ ഒരു വലിയ പ്രോബ്ലം ഒഴിവാക്കണം. അതിനുവേണ്ടി ഞാൻ മിണ്ടാതിരിക്കണം. അച്ഛൻ അത് എന്നോട് ആവശ്യപ്പെടുമെന്നും ഞാനത് അനുസരിക്കുമെന്നും കൃത്യമായിട്ട് അറിയുന്നവരാ ഇതിന് പുറകെ. എത്ര രസമായിട്ടാ അവർ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ നന്ദിനിയുടെയും എന്റെയും ഫോട്ടോ ആ ചുമരിലുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം അതങ്ങ് തകർക്കപ്പെടുന്നു. അതെ, ഒരു കൂട്ടരുടെ മനസ്സുകൂടിയാ. അതവരുടെ ആഗ്രഹ. ഒരുപക്ഷെ ഞാനും നന്ദിനിയും ഇല്ലാത്ത ഈ വീട്. നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിന്നെ ഒഴിവാക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല. സൂര്യ, ഓ ദാ വന്ന്. എന്താ രഞ്ജിത്ത്, ഞാൻ അല്പം ടെൻഷനിലാണ്. പൊതുവെ ഞാൻ ടെൻഷനിലാണെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരും. അതുകൊണ്ട് തൽക്കാലം താൻ പോകുന്നതാണ് നല്ലത്. നോ സൂര്യ, നീ എന്നോട് ദേഷ്യപ്പെട്ട ഞാൻ അതിൽ യാതൊരു പരാതിയും പറയില്ല. പക്ഷേ എനിക്ക് എന്റെ ഭാഗം കൂടി ക്ലിയർ ചെയ്യണ്ടേ? താൻ പറഞ്ഞല്ലോ ആ ഫോട്ടോ ഇല്ലാതാക്കിന്റെ പ്രതി ചിലപ്പോൾ ഞാനും ആവാന്ന്. എടോ, ഞാൻ എന്തിനാ അത് ചെയ്യുന്നേ? ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ ഞാൻ നിങ്ങളെ അനുകൂലിച്ചിട്ടേ ഉള്ളൂ. ഞാൻ നന്ദിനിയെ സൂര്യയുടെ ഭാര്യയായിട്ടാണ് കാണുന്നത്. അല്ലാതെ നന്ദിനി ജീവിച്ച വീടോ ആരുടെ മകളോ എന്നൊന്നും അല്ല. സത്യ സൂര്യ. രഞ്ജിത്തേ, നീ മിടുക്കനാ. ഇവിടെയുള്ള മറ്റെല്ലാവരുടെയും കണ്ണിൽ പൊടിയാനുള്ള സകല നമ്പറുകളും നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ
അത് എന്നോട് വേണ്ട. ആ അതാണ് ഞാൻ പറയുന്നത്. അങ്കിൾ പറ്റുമെങ്കിൽ സൂര്യ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. തനിക്ക് സംസാരിക്കാനുള്ളത് എന്നോടല്ലേ? അതിലേക്ക് അച്ഛനെ വലിച്ചേക്കണ്ട കേട്ടാ. വിട്ടുകളയും സൂര്യ. രഞ്ജിത്തെ, മോനെ അങ്ങോട്ട് പോയിക്കോ. അങ്കിളെ ഇല്ല, എന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറിയെന്ന് ഇവൻ പറയാതെ ഞാൻ പോവില്ല. അത്രയ്ക്ക് നിർബന്ധബുദ്ധി എന്നോട് കാണിക്കാനുള്ള വലിപ്പം നിനക്കുണ്ടോ രഞ്ജിത്തെ? സൂര്യയെ നേരിട്ട് എതിർക്കാനുള്ള ചങ്കൂറ്റം നിന്റെ പെങ്ങൾ കാണിക്കുന്നുണ്ട്. അവള് പലപ്പോഴും രക്ഷപ്പെടുന്നത് പെണ്ണാണെന്നുള്ള ആനുകൂല്യത്തിലാ. പക്ഷേ ഒരാണിനോട് ഒരു കരുണയും ഞാൻ കാണിച്ചൊന്നും വരില്ല കേട്ടാ. സൂര്യ, എന്താ സൂര്യ ഇതൊക്കെ? ഏത് നേരം നോക്കിയാലും ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലാണല്ലോ സൂര്യ സംസാരിക്കുന്നത്. ഞാനും എന്റെ മകനും ഒക്കെ സൂര്യയോട് എന്ത് തെറ്റാ ചെയ്തത്? അങ്കിള്, ഞാനൊരു കാര്യം പറയാം. എനിക്കൊന്നും മറച്ചു വെച്ച് പെരുമാറാൻ പറ്റില്ല. എന്റെ മനസ്സിൽ എന്താണോ അത് എന്റെ മുഖത്തുണ്ടാവും, എന്റെ വാക്കുകളിലും ഉണ്ടാവും. അത് സഹിക്കാൻ പറ്റാത്തവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഞാനുമായിട്ടുള്ള സംസാരം അങ്ങ് ഒഴിവാക്കാന്നുള്ളതാണ്. അങ്കിളുടെ മോൻ എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്റെയും നന്ദിയുടെ ഫോട്ടോ കീറിയതുമായിട്ട് അയാൾക്ക് ഒരു ബന്ധമില്ലാന്ന് പറയാൻ വേണ്ടിയാ. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഞാൻ പറയുന്നു, അത് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പോ എന്റെ മകൻ അത്ര ചീപ്പായിട്ടാണോ സൂര്യ കരുതുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ പറയണമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അച്ഛാ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഉദയ്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം ഇങ്ങനെയാ. അത് വെറുതെ വഷളാക്കാൻ നിൽക്കണ്ട. താൻ രഞ്ജിത്തിനെയും കൂട്ടി പോയിക്കോളൂ. അല്ലളിയ, തെറ്റൊന്നും ചെയ്യാതെ ഇങ്ങനെ ക്രൂശിക്കപ്പെടുക പറഞ്ഞാല്. ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യം ഇപ്പൊ സംസാരിക്കണ്ടെന്ന് പറഞ്ഞാൽ സംസാരിക്കണ്ട. പ്ലീസ് ചെല്ലു. നീ വാ. അച്ഛനും കണക്കാ, മോനും കണക്കാ. ആ പറഞ്ഞിട്ട് കാര്യമില്ല. പത്മാ മേഡത്തിന്റെ ആങ്ങളെ മോനും അല്ലേ, മോശമാവോ അല്ലേ? തൽക്കാലം നീ ഒന്ന് അടങ്ങ്. ഇതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത്. മോളെ, നന്ദിനി മോളെ. എന്താ രാജേട്ടാ? മോൾ ഇപ്പോഴും അതി എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സങ്കടം തോന്നുന്നുണ്ടോ? ഈ വീട്ടിനകത്ത് മോളുടെ അടയാളമായിട്ടുണ്ടായിരുന്നത് ആ ഫോട്ടോ മാത്രമാണ്. അതും ഇപ്പൊ വലിച്ചേറി കളയുമെന്ന് വെച്ചാ? എനിക്കതിൽ വലിയ സങ്കടമൊന്നുമില്ല രാജേട്ടാ. പത്മമ്മയുടെ അത് കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞു കളയാൻ പറഞ്ഞില്ലേ? എത്രയോ മുൻപേ അവരെന്നെ തന്നെ കുപ്പയിൽ എറിഞ്ഞിട്ടുണ്ട്. പക്ഷെ സൂര്യ സാർ വല്ലാതെ ആയിപ്പോയി.